വാർത്തയിലേക്ക്. എക്സാലോജിക് ഹർജിയിൽ SFIO അന്വേഷണം റദ്ദ് ചെയ്യണമെന്ന ആവശ്യം. SFIOയുടെ തുടർ നീക്കങ്ങളും റദ്ദാക്കണം. അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ രേഖകൾ നൽകണമെന്നും എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അൽ അമീൻ ഉണ്ട്. എന്തൊക്കെയാണ് അൽ അമീൻ ഈ ഹർജിയിൽ എക്സാലോജിക് പറയുന്നത്? ബിനില, ഇന്നലെ രാവിലെയാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. മാസപ്പടി വിവാദത്തിൽ SFIOയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്നലത്തെ ഹർജി. ആ ഹർജിയിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്വേഷണം തന്നെ റദ്ദു ചെയ്യണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിക്ക് മുന്നിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ SFIOയുടെ അന്വേഷണം തന്നെ റദ്ദു ചെയ്യണം എന്ന് മാത്രമല്ല, അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ്, അതിനാധാരമായിട്ടുള്ള രേഖകൾ വിളിച്ചു വരുത്തണം, അത് പരിശോധിക്കണം, അത് എക്സാലോജിക്കിന് കൂടി പരിശോധിക്കാനുള്ള അവസരം ഒരുക്കണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഇടക്കാല ഉത്തരവിലൂടെ SFIOയുടെ തുടർ നീക്കങ്ങൾക്ക് സ്റ്റേ ചെയ്യണം, ഒരു ഇന്ററിം ഓർഡറിലൂടെ ഈ സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് പ്രധാനമായും ഈ ഇന്നലെ സമർപ്പിച്ച ഹർജിയിൽ എക്സാലോജിക്ക് ആവശ്യപ്പെടുന്നത്. എന്ന് മാത്രമല്ല, മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. ഈ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ ഉത്തരവ് അത് ആർബിട്രറിയാണ്, ഇല്ലീഗലാണ്, ബാഡിലാണ്, നിയമവിരുദ്ധമായ ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ SFIOയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇന്നലെ സമർപ്പിച്ച ഹർജി അത് കോടതി ഇതുവരെ പരിഗണിക്കുകയോ അല്ലെങ്കിൽ കേസ് പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നലെ രാവിലെ 10:15 കൂടിയാണ് ഈ നിർണായകമായിട്ടുള്ളൊരു നീക്കം എക്സാലോജിക്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഈ ഹർജിയിലെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. കേസ് സ്റ്റേ ചെയ്യണം, അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം മാത്രമായിരുന്നു ഇന്നലെ പുറത്തു വന്നിരുന്നത്. ആ ഹർജിയിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ സ്റ്റേ ചെയ്യുക എന്നതിനപ്പുറത്തേക്കും ഈ അന്വേഷണം തന്നെ റദ്ദാക്കണമെന്നുള്ള സുപ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എക്സാലോജിക്കിന് വേണ്ടി വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, എക്സാലോജിക്കിന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ SFIOയുടെ ഇപ്പോഴത്തെ അന്വേഷണം, അങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് കാരണമായ അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച തെളിവുകൾ, അതിന്റെ രേഖകൾ അത് വിളിച്ചു വരുത്തണം, അത് നൽകണം, പരിശോധിക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും ഇതുവരെയും എക്സാലോജിക്കിനെതിരായിട്ട്, വീണ വിജയനെതിരായിട്ട് മാസപ്പടി വിവാദത്തിൽ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി ശക്തമായി നിൽക്കുകയാണ്. അത്തരം ആരോപണങ്ങൾ ഉയർന്ന ഘട്ടങ്ങളിൽ ഒന്നും തന്നെ പ്രതിരോധിക്കാനോ നിയമ നടപടി സ്വീകരിക്കാനോ തയ്യാറാകാതെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരുന്ന എക്സാലോജിക്കാണ് SFIOയുടെ അന്വേഷണം തങ്ങളിലേക്ക് നീങ്ങുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ കോടതിയിലേക്ക് സമീപിക്കുന്നത്. ഇതുവരെ രാഷ്ട്രീയ പ്രതിരോധം മാത്രം തീർത്തിരുന്ന ഒരു വിഷയത്തിൽ നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇതിനെ കർണാടക ഹൈക്കോടതി ഏത് നിലയിൽ പരിഗണിക്കുമെന്നുള്ളത് ഏതായാലും വളരെ നിർണായകം തന്നെയാണ്. അത് എക്സാലോജിക്കിനെ സംബന്ധിച്ചും വീണ വിജയനെ സംബന്ധിച്ചും നിർണായകമാണ്. ഇനി അറിയേണ്ടത് ഇക്കാര്യത്തിൽ കർണാടക ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപായി മറ്റൊരു നിർണായകമായ നീക്കത്തിലേക്ക്, നടപടിയിലേക്കോ SFIO കടക്കുമോ എന്നുള്ളതാണ്. വൈകാതെ തന്നെ ഈ CMRLയിലെയും അതുപോലെ തന്നെ KSIDCയിലെയും പരിശോധനകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ അടുത്ത SFIO ഉദ്യോഗസ്ഥർ കണ്ണുവെച്ചിരുന്നത് അല്ലെങ്കിൽ നീങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത് അത് എക്സാലോജിക്കിലേക്കും അതുപോലെ തന്നെ വീണ വിജയനിലേക്കുമായിരുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരുന്നത്. വീണ ഏത് നിമിഷവും SFIOയുടെ ചോദ്യമുനയിലേക്ക് എത്താം എന്നൊരു ഘട്ടം എത്തി നിൽക്കുമ്പോൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം വീണ വിജയന് ഭൂരിഭാഗം ഓഹരി ഉണ്ടായിരുന്ന എക്സാലോജിക്ക് ഈ കർണാടക ഹൈക്കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. അതായത് അന്വേഷണമേ റദ്ദ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും ലഭിക്കണം, തെളിവുകൾ ഉൾപ്പെടെ എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. വളരെ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ ഇപ്പോൾ ഇത് കടക്കുന്നു എന്ന് വ്യക്തമാവുകയല്ലേ? ഒരു പക്ഷേ അത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാനുള്ള ഒരു സ്ഥിതി തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ ഈ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ പക്കൽ, SFIOയുടെ പക്കൽ എക്സാലോജിക്കിനെതിരായിട്ടുള്ള ഫൈൻഡിങ്സ് ഒരുപാടുണ്ട്. അതിൽ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളുണ്ട്, അതിനപ്പുറത്തേക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കണ്ടെത്തലുകളുണ്ട്. അതെല്ലാം ആധാരമാക്കിയാണ് ഇത്തരമൊരു അന്വേഷണം SFIO പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായും ഇത്തരമൊരു ഹർജി അല്ലെങ്കിൽ ഈ ഒരു രേഖകൾ കർണാടക ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ അത് സമർപ്പിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം SFIOക്കോ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനോ ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇത് മാത്രമല്ല, ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള പ്രാഥമിക വിവരശേഖരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് SFIO. അത് CMRLയിൽ നിന്ന് 2 ദിവസത്തെ വിവരശേഖരണം, അതിനപ്പുറത്തേക്ക് KSIDCയിൽ നിന്നുള്ള വിവരശേഖരണം, ഇതിലൊക്കെ
ഏതെങ്കിലും തരത്തിൽ ഈ വിവാദ സാമ്പത്തിക ഇടപാടിൽ എക്സാലോജിക്കിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അവരെ സംശയിക്കാൻ ഉതകുന്ന തെളിവുകളോ രേഖകളോ SFIOയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ സമർപ്പിക്കുന്നതിന് അവർക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ നിർണായകമാകാൻ പോകുന്നത് മറുഭാഗത്ത് വിശദീകരണം തേടുകയോ മറ്റോ ചോദിക്കുകയാണെങ്കിൽ എന്തു രേഖകൾ എക്സാലോജിക്ക് സമർപ്പിക്കുമെന്നുള്ളതാണ്, എന്ത് തെളിവുകൾ വീണ വിജയൻ സമർപ്പിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം കരിമണൽ കമ്പനിയായ CMRL നിന്ന് ചെയ്യാത്ത സേവനത്തിന് 1,72,00,000 രൂപ എക്സാലോജിക്സ് കൈപ്പറ്റി എന്നുള്ളതാണ്. അതിന് തെളിവുകൾ സമർപ്പിക്കാനായില്ല എന്ന് ROCയുടെ രജിസ്ട്രാർസ് ഓഫ് കമ്പനിയുടെ പരിശോധനയിൽ, അത് ബാംഗ്ലൂരിലെയും കൊച്ചിയിലെയും ആസ്ഥാനങ്ങളുടെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല വീണ വിജയനും CPIM സർക്കാരും പലപ്പോഴും ഈ വിഷയത്തെ പ്രതിരോധിച്ചിരുന്നത് വീണ വിജയന്റെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായ ഒരു നടപടിയിലേക്ക് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന റിട്ട് പെറ്റീഷനിലെ രണ്ടാമത്തെ പ്രയറായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്വാഷ് ദ ഓർഡർ, ഒപ്പം തന്നെ ഈസ് ബീയിങ് ആർബിട്രറി, ഇല്ലീഗൽ ആൻഡ് ബാഡ് ഇൻ ലോ, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം പൂർണ്ണമായും റദ്ദാക്കണമെന്നാണ്. അപ്പോൾ ഈ അന്വേഷണം തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് എക്സാലോജിക്ക് ഈ ഹർജിയിൽ രണ്ടാമത്തെ പ്രയറായി പറയുന്നത്. അതുതന്നെയാണ്, അത്തരമൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടത് നിയമവിരുദ്ധമെന്നോ നിയമവിരുദ്ധമായതുകൊണ്ട് ഈ അന്വേഷണം കോഷിയണം, അന്വേഷണം റദ്ദ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തുകൊണ്ട് അത് നിയമവിരുദ്ധം, എന്തുകൊണ്ടത് ബാഡ് ഇൻ ലോ എന്നുള്ള ഒരു വിശദീകരണം ഈ ഹർജിയിൽ കാണുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ തുടർ ഭാഗങ്ങളിൽ ഉണ്ടായേക്കും, നമുക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ അത് കാണുന്നില്ല. എന്ന് മാത്രമല്ല, റദ്ദാക്കുന്നതിന് സ്വാഭാവികമായും കോടതിക്ക് പെട്ടെന്നൊരു തീരുമാനം റദ്ദാക്കാൻ സാധിക്കില്ല. അതുമായി ബന്ധപ്പെട്ട് എതിർകക്ഷികളുടെ കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് ഈ വിഷയത്തിൽ എതിർകക്ഷികൾ. അവരുടെ കൂടെ ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ കോടതിക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റൂ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപായി ഗ്രാൻഡ് ആൻഡ് ഇന്ററിം ഓർഡർ എന്ന് കൂടി അതിൽ പറയുന്നുണ്ട്. ഒരു ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ച SFIOയുടെ തുടർ നീക്കങ്ങൾ സ്റ്റേ ചെയ്യണം. അതായത് ഈ കോടതിയിൽ ഹർജി സമർപ്പിച്ചത് കൊണ്ട് മാത്രം SFIO പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഇക്കാര്യത്തിൽ എക്സാലോജിക്കിനോ വീണ വിജയനോ കിട്ടില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് ഈ കേസ് കോടതി പരിഗണിക്കുന്നതിന് മുമ്പോ കോടതിയുടെ ഒരു ഇടപെടൽ വരുന്നതിന് മുൻപോ സ്വാഭാവികമായും എക്സാലോജിക്കിന്റെ മറ്റൊരു നീക്കം, SFIOയുടെ മറ്റൊരു നീക്കം എക്സാലോജിക്ക് മുന്നിൽ കാണുന്നുണ്ട്. ആ നീക്കം ഒരു ഇടക്കാല ഉത്തരവിലൂടെ തടയണമെന്നൊരു ആവശ്യം കൂടി മൂന്നാമത്തെ പ്രയറായി ഈ ഹർജിയിൽ പറയുകയാണ്. സ്വാഭാവികമായും എക്സാലോജിക്കിലേക്കുള്ള SFIOയുടെ പ്രവേശനം തടയുക, കടന്നുകയറ്റം തടയുക, ഒരു എൻട്രി തടയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും എക്സാലോജിക്ക് ആഗ്രഹിക്കുന്നത്, വീണ വിജയൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസിക്ക് മുന്നിലേക്ക് വീണ വിജയന് പോകേണ്ടി വന്നാൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അതിന്റെ വിവരങ്ങൾ വിശദീകരിക്കേണ്ടത് വീണ വിജയനാണ്, ഏജൻസിക്ക് മുന്നിൽ ഹാജരാകേണ്ടത് വീണ വിജയനാണ്. അങ്ങനെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കേന്ദ്ര ഏജൻസിക്ക് മുന്നിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ അതുണ്ടാക്കുന്ന ഡാമേജ്, അതുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ സെറ്റ് ബാക്ക്, അത് ഒരു തിരിച്ചടി അത് ചെറുതായിരിക്കില്ല എന്ന് CPM നേതൃത്വത്തിനറിയാം, സർക്കാരിനറിയാം. അതുകൊണ്ട് തന്നെയാണ് SFIO ഉദ്യോഗസ്ഥർക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി കർണാടക ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഇതിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ മാനങ്ങൾ അനവധിയുണ്ട് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാങ്കേതികമായും എക്സാലോജിക്കിന്റെ ആസ്ഥാനം കർണാടകയായതുകൊണ്ട്, ബംഗളൂരു ആയതുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു എന്ന് സാങ്കേതികമായി പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെയും ഒരു തന്ത്രപരമായ നീക്കമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എക്സാലോജിക് ഈ KSIDCയിലേക്ക് SFIO ഉദ്യോഗസ്ഥർ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ KSIDC കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഇവരുടെ വരവിന് തടയണം, അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന സമാനമായ ഒരു ആവശ്യം ഇപ്പോൾ എക്സാലോജിക് എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിൽ, അതേ ആവശ്യം കേരള ഹൈക്കോടതിയിൽ KSIDC കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ഹൈക്കോടതി തള്ളുകയും അന്വേഷണം തുടരാം, എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന് KSIDCക്ക് ഒരുപക്ഷെ പരിക്കേൽക്കും വിധം, തിരിച്ചടി ഉണ്ടാകും വിധം, മുഖത്തടിച്ചെന്നോണം ഹൈക്കോടതിയിലെ ചില ചോദ്യങ്ങൾ വന്നിരുന്നു. കേരള ഹൈക്കോടതിയെ എക്സാലോജിക്ക് സമീപിച്ചാൽ, വീണ വിജയൻ സമീപിച്ചാൽ സമാനമായ ഒരു നടപടി, ഒരു നീക്കം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി വേണം അവർ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ടാവുക. ഏതായാലും രാഷ്ട്രീയ മാനം, അതിനപ്പുറത്തേക്ക് പലതരത്തിലുള്ള മാനങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എക്സാലോജിക്കിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. ഇന്നലെ വന്ന വാർത്ത അല്ലെങ്കിൽ ഇന്നലെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അത് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സമർപ്പിച്ചു എന്നത് മാത്രമാണ്. ഇപ്പോഴാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ അന്വേഷണം തന്നെ റദ്ദാക്കണമെന്ന് പറയുമ്പോൾ എത്രമേൽ
നിർണായകമാണ്. എത്രമേൽ പ്രധാനപ്പെട്ടൊരു നീക്കമാണ് എക്സാലോജിക്കും വീണ വിജയനും നടത്തുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് ആധാരമായിട്ടുള്ള രേഖകൾ കർണാടക ഹൈക്കോടതി വിളിച്ചു വരുത്തണം, പരിശോധിക്കണം. അത് കക്ഷികളായിട്ടുള്ള തങ്ങൾക്ക് പരിശോധിക്കാനുള്ള അവസരം വേണമെന്ന് കൂടി പറയുമ്പോൾ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്സ് പുറത്തു വന്നതാണ്, കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കണ്ടെത്തലുകൾ പുറത്തു വന്നതാണ്, രജിസ്ട്രാർസ് ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തലുകൾ പുറത്തു വന്നതാണ്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നീക്കം, എന്തെങ്കിലും കണ്ടെത്തലുകൾ ഈ ROCയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെയും ഒക്കെ കണ്ടെത്തലുകൾക്ക് അപ്പുറത്തേക്ക് വീണ വിജയനോ എക്സാലോജിക്കിനോ കുരുക്ക് മുറുക്കുന്ന തരത്തിലുള്ള മറ്റേതെങ്കിലും കണ്ടെത്തലുകളോ റിപ്പോർട്ടുകളോ രേഖകളോ SFIOയുടെ പക്കലുണ്ടോ എന്ന് പരിശോധിക്കുക കൂടി, ബോധ്യപ്പെടുക കൂടി അതിലൂടെ എക്സാലോജിക്ക് ലക്ഷ്യം വെക്കുന്നുണ്ട്, വീണ വിജയൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഏതായിരുന്നാലും അത് സുപ്രധാനമായിട്ടുള്ളൊരു നീക്കമാണ്, അത് നിർണായകമായിട്ടുള്ള നീക്കമാണ് ഇക്കാര്യത്തിൽ എക്സാലോജിക്കും വീണ വിജയനും നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എക്സാലോജിക്ക് സ്വമേധയാ പോയി പ്രതിരോധിക്കാനുള്ള ഒരു തീരുമാനമായി. ഇന്നലെ KK ബാലൻ ഉൾപ്പെടെ CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ വിശദീകരിച്ചത്, ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായും അതിനെ കോടതിയിൽ നേരിടുക എന്നുള്ളത് ഒരു സ്വാഭാവിക നീതി തേടുന്നതിന്റെ ഭാഗമാണ്. പക്ഷേ അതെന്തുകൊണ്ട് ഇത്രയും നാൾ ഉണ്ടായില്ല എന്നൊരു ചോദ്യം വരുമ്പോഴാണ് CPM നേതൃത്വത്തിന്റെ ഈ പ്രതിരോധവും ഈ മറുപടിയും ഒക്കെ അപ്രസക്തമാകുന്നത്. കാരണം എക്സാലോജിക്കിനെതിരെ, വീണ വിജയനെതിരെ ഉയർന്നു വന്ന ആരോപണം അത് ഇന്നോ ഇന്നലെ ഉയർന്നതല്ല, മാസങ്ങളായി അത് അതിഗുരുതര ആരോപണങ്ങളായി പ്രതിപക്ഷം ഉൾപ്പെടെ ആയുധമാക്കി നിലനിർത്തുന്നു. അതിനപ്പുറത്തേക്ക് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകൾ വരുന്നു. എന്ന് മാത്രമല്ല, കമ്പനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം, അല്ലെങ്കിൽ അത് അടിവരയിടുന്ന തരത്തിൽ ROCയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പോഴൊക്കെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരുന്ന എക്സാലോജിക്ക് ഇപ്പോൾ കോടതിയിലേക്ക് പോയതിന്റെ കാരണമാണ്, അതിന്റെ സാധുതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അവിടെയാണ് ചില സംശയങ്ങളും അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഹർജിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. എക്സാലോജിക് ഹർജിയിൽ SFIO അന്വേഷണം റദ്ദ് ചെയ്യണമെന്നാണ് എക്സാലോജിക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. SFIOയുടെ തുടർ നീക്കങ്ങളും റദ്ദാക്കണം, അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ രേഖകൾ നൽകണമെന്നും എക്സാലോജിക്ക് ഈ ഹർജിയിൽ, റിട്ട് പെറ്റീഷനിൽ പറയുന്നുണ്ട്. ഹർജിയിലെ കൂടുതൽ വിവരങ്ങളാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് പുറത്തുവിട്ടത്. അൽ അമീനാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുള്ളത്.